മുസ്ലിമിന്റെ ന്യൂ ഇയറായ പുതുവർഷമായ മുഹറം മാസം നമ്മളിലേക്ക് കടന്നു വരികയാണ്. ഈ പരിശുദ്ധമായ മുഹറം മാസത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കൂട്ടം കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ഏതൊക്കെയാണ് ആ കാര്യങ്ങളെന്ന് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾക്ക് വിശദമായി പഠിക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ ഹാജത്തുകൾ അല്ലാഹു നിറവേറ്റി തരട്ടെ. എല്ലാവർക്കും സന്തോഷല്ലേ? എല്ലാവർക്കും ഖൈറാണെന്ന് വിചാരിക്കുന്നു. അള്ളാഹു ഖൈറിലാക്കി തരട്ടെ. എന്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, മുസ്ലിമിന്റെ ന്യൂ ഇയറായ പരിശുദ്ധമായ മുഹറം മാസം നമ്മളിലേക്ക് കടന്നു വരികയാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പുതിയ വർഷം തുടങ്ങുന്നത് മുഹറം മാസത്തിലാണ്, അല്ലാതെ ജനുവരിയിലല്ല. ജനുവരി വരുമ്പോ ന്യൂ ഇയർ പല ആളുകളും ആഘോഷിക്കാറുണ്ട്. എന്നാൽ ജനുവരിയേക്കാൾ നമ്മൾ കൂടുതൽ ആഘോഷിക്കേണ്ടതും സന്തോഷിക്കേണ്ടതും ഇബാദത്തിലായി മുഴുകേണ്ടതും പരിശുദ്ധമായ മുഹറം മാസത്തിലാണ്. കാരണം ഒരു മുസ്ലിമിന്റെ പുതുവത്സരം തുടങ്ങുന്നത് മുഹറം മാസത്തിലാണ്. ഈ പരിശുദ്ധമായ മുഹറം മാസത്തിൽ കുറെ കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്, കുറെ കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കൂടുതലായി ആമുഖം പറഞ്ഞു വെറുപ്പിക്കാതെ ഞാൻ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ മുഹറം മാസത്തിൽ നാം ചിന്തിക്കേണ്ട ഒന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഞാൻ മരണത്തിലേക്ക് അടുക്കുകയാണ് എന്നുള്ളതാണ്. ഞാൻ അള്ളാഹുവിലേക്ക് അടുക്കുകയാണ്. ഒരു വർഷം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് തന്ന ആയുസ്സിൽ നിന്നുള്ള ഒരു വർഷം കൂടെ നമ്മൾ ഇന്ന് കടന്നു പോയിരിക്കുകയാണ്. നമ്മളെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഓരോ വർഷങ്ങൾ കഴിയുമ്പോൾ, ഓരോ സെക്കൻഡുകൾ കഴിയുമ്പോൾ, ഓരോ മിനിറ്റുകൾ കഴിയുമ്പോൾ, ഓരോ ആഴ്ചകൾ കഴിയുമ്പോൾ, ഓരോ ദിവസങ്ങൾ കഴിയുമ്പോൾ നാം അള്ളാഹുവിലേക്ക് അടുക്കുകയാണ്, നാം മരണത്തിലേക്ക് അടുക്കുകയാണ്, ഞാൻ എൻ്റെ ഖബറിലേക്ക് അടുക്കുകയാണ് എന്നുള്ള ഒരു ചിന്ത, എന്നുള്ള ഒരു ബോധം ഈ വർഷം മുതലെങ്കിലും നമ്മൾക്ക് ഉണ്ടാവണം. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ അള്ളാഹുവിലേക്ക് പോവുകയാണ്. നമ്മളെ കുടുംബത്തിനെ വിട്ട്, നമ്മളെ മക്കളെ ഇട്ടേച്ചുകൊണ്ട്, ഭർത്താവിനെ ഇട്ടേച്ചുകൊണ്ട്, ഭാര്യമാരെ ഇട്ടുകൊണ്ട്, നമ്മളുടെ കൂട്ടുകാരെ ഇട്ടുകൊണ്ട് ഖബറാകുന്ന മണ്ണറയിലേക്ക്, മരണമാകുന്ന സിംഹക്കുട്ടി നമ്മളെ പിടികൂടും. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതെന്താ? കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ മനുഷ്യരും മരണത്തിന്റെ രുചി അറിയുമെന്നാണ് ഖുർആൻ കൃത്യമായി നമ്മളെ ഓർമ്മപ്പെടുത്തി തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇനിയെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരിക്കുമെന്നുള്ള ചിന്തയോടുകൂടെ ജീവിക്കുക. ഞാൻ എൻ്റെ മരണത്തിലേക്ക് ഒന്നുകൂടെ അടുത്തിട്ടുണ്ട് എന്നുള്ള ചിന്തയോട് ജീവിക്കുക എന്നുള്ളതാണ് ഈ പരിശുദ്ധമായ മുഹറം മാസത്തിൽ നാം ചിന്തിക്കേണ്ടത്. അതുപോലെ തന്നെ മുഹറം മാസത്തിൽ നാം ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ തൗബ ചെയ്യുക എന്നുള്ളതാണ്. കഴിഞ്ഞ ഒരു വർഷം, അതല്ലെങ്കിൽ ഈ ഒരു വർഷം ഞാനും നിങ്ങളും എത്ര തെറ്റുകുറ്റങ്ങളാണ് ചെയ്തിട്ടുള്ളത്, എത്ര പാപങ്ങളാണ് ഞാനും നിങ്ങളും ചെയ്തിട്ടുള്ളത്. ഈ നിമിഷം നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കൂട്ടം പാപക്കറയുമായി അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നമ്മൾ പോകേണ്ടി വരും. അള്ളാഹു നമ്മൾക്ക് ആയുസ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തെറ്റിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് തൗബ ചെയ്യുക. അള്ളാഹുവിലേക്ക് തൗബ ചെയ്താൽ നമ്മളെ പാപങ്ങൾ അള്ളാഹു പൊറുക്കും. രഹസ്യമായി, പരസ്യമായി, അറിഞ്ഞുകൊണ്ട്, മനഃപൂർവ്വം നമ്മൾ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇന്നത്തെ ദിവസം മുതൽ നമ്മൾ പൊറുപ്പിക്കുക. അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് പറയുക. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ, നിങ്ങൾ നിഷ്കളങ്ക മനസ്സോടെ, ഒരു കളങ്കവുമില്ലാതെ അള്ളാഹുവിലേക്ക് തൗബ ചെയ്താൽ ആ തൗബ അള്ളാഹു സ്വീകരിക്കും. നാവ് കൊണ്ട് ഇങ്ങനെ കുറെ മജ്ലിസിൽ പങ്കെടുത്തിട്ട് ഇങ്ങനെ തൗബ ചൊല്ലിയാൽ അത് തൗബയാവൂല. തൗബ അത്തൗബത്തു അന്നദം, അത് ഖേദമാണ് തൗബ എന്ന് പറഞ്ഞാൽ. അത് ഹൃദയത്തിൽ നിന്ന് വരേണ്ടതാണ്. വെറും നാവ് കൊണ്ട് തൗബ ചെയ്യാൻ പറ്റൂല. നാവ് കൊണ്ട് പറയുകയും ഹൃദയം കൊണ്ട് ഖേദിക്കുകയും വേണം. അതിനാണ് തൗബ എന്ന് പറയുക. രണ്ടാമത്തെ കാര്യം, ഇനിയെങ്കിലും ഞാൻ നന്നായി ജീവിക്കട്ടെ എന്ന് ചിന്തിക്കുക. ഇനി ഞാൻ തെറ്റിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ഞാൻ ഇനി ഒരു നിസ്കാരവും ഖളാക്കൂല. എന്റെ ആയുസ്സിൽ ഇനി എനിക്ക് അല്ലാഹു ആയുസ് തരുന്ന കാലത്തോളം ഞാനൊരു നിസ്കാരവും ഖളാ ആക്കില്ല. അത് കല്യാണത്തിന് പോയാലും, ഹൗസ് വാമിങ്ങിന് പോയാലും, സമ്മേളനത്തിന് പോയാലും, മജ്ലിസിന് പോയാലും, ഷോപ്പിങ്ങിന് പോയാലും എന്റെ നിസ്കാരം ഞാൻ ഖളാ ആക്കില്ല എന്നുള്ള ഒരു ചിന്ത നമ്മൾ ഇന്നു മുതൽ എടുക്കണം. ഒരു തീരുമാനം, ഒരു പ്രതിജ്ഞ ഒരു മുസ്ലിമായ മനുഷ്യൻ എടുക്കേണ്ടതുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, നിസ്കരിക്കാതെയൊക്കെ നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയൂല. ഹബീബായ തങ്ങൾ വഫാത്താകുന്ന സമയത്ത് പോലും ഉമ്മത്തി അസ്വലാ, ഉമ്മത്തി അസ്വലാ
അസ്വലാ, ഉമ്മത്തി അസ്വലാ, ഉമ്മത്തി അസ്വലാ. നിങ്ങൾ നിസ്കാരം സൂക്ഷിക്കണേ, നിങ്ങൾ നിസ്കാരം ശ്രദ്ധിക്കണേ എന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മരണ ദിവസം, വഫാത്തിന്റെ ദിവസം പോലും ഹബീബായ തങ്ങൾ ജമാഅത്ത് മുടക്കിയിട്ടില്ല. റസൂലുള്ള മരണ ദിവസം പോലും ജമാഅത്ത് മുടക്കിയിട്ടില്ല. അത്രയും നിസ്കാരത്തിന് ഇസ്ലാം പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇനിയെങ്കിലും ഞാൻ നിസ്കാരം ഖളാ ആക്കാതെ ജീവിക്കുമെന്നുള്ള ഒരു പ്രതിജ്ഞ എന്റെ പ്രിയമുള്ളവരെ ഈ മുഹറം മാസത്തിൽ നാം എടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു നിസ്കാരവും ഒരു ജമാഅത്തും മുടക്കില്ല എന്നുള്ള പ്രതിജ്ഞ നമ്മൾ എടുക്കേണ്ടതുണ്ട്. എനിക്കൊഴിവുള്ള സമയത്തൊക്കെ ഞാൻ പള്ളിയിൽ പോയി നിസ്കരിക്കും. എന്റെ ഭർത്താവത്ത്, എന്റെ ഭാര്യത്ത് വീട്ടിലെങ്കിലും ജമാഅത്ത് നിസ്കരിക്കുമെന്നുള്ള ഒരു പ്രതിജ്ഞ മുസ്ലിമേ ഈ മുഹറം മാസത്തിൽ നാം എടുക്കേണ്ടതുണ്ട്. ഈ 2025 മുഹറം മാസം കടന്നു വരുമ്പോ നാം ഇങ്ങനെയുള്ള നല്ല നല്ല പ്രതിജ്ഞ എടുക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ കാര്യം, ഞാൻ ഇനി ഒരാളോടും പിണങ്ങി നിൽക്കില്ല, ഞാൻ ഇനി ഒരാളോടും ശണ്ട കൂടില്ല എന്നുള്ള പ്രതിജ്ഞ ഞാൻ എടുക്കേണ്ടതുണ്ട്. ഉമ്മയോട് തെറ്റിയവരുണ്ട്, ഉപ്പയോട് തെറ്റിയവരുണ്ട്, അതുപോലെ തന്നെ സ്വന്തം ഭാര്യയോടും മക്കളോടും പിണങ്ങി നിൽക്കുന്ന ആളുകളുണ്ട്, ഭർത്താവിനോട് പിണങ്ങിയവർ, അയൽവാസിയോട് പിണങ്ങിയവരുണ്ട്. ഇങ്ങനെ പരസ്പരം ശണ്ട കൂടിയും പിണങ്ങിയും ജീവിക്കുന്ന ആളുകൾ ഇപ്പോൾ പ്രതിജ്ഞ എടുക്കുക, ഞാൻ ഇനി ഒരാളോടും പിണങ്ങൂല, ഞാൻ ഇനി ഒരാളോടും ശണ്ട കൂടൂല. ഞാൻ എന്തിന് മറ്റൊരാളോട് പിണങ്ങണം? ഞാൻ മറ്റൊരാളോട് എന്തിന് ശണ്ട കൂടണം? മറ്റൊരാളെ ഞാൻ എന്തിന് ആക്രമിക്കണം? ഒരാളെ ഞാൻ എന്തിന് വേദനിപ്പിക്കണം? ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരിക്കേണ്ടവനാണ്. എന്റെ ആയുസ് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്ര വർഷമാണ് എന്നിൽ നിന്ന് പിന്നിട്ടത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നല്ലെങ്കിൽ നാളെ അല്ലാഹുവിലേക്ക് ഞാൻ മടങ്ങേണ്ടവനാണ്. അതുകൊണ്ട് ഞാൻ ഒരാളോടും പിണങ്ങില്ല എന്നുള്ള ഒരു പ്രതിജ്ഞ ഓരോ മുസ്ലിമും എടുക്കേണ്ടതുണ്ട്. നാലാമത്തെ കാര്യം, ഞാൻ ഇനി തെറ്റിലേക്ക് മടങ്ങുകയില്ല. കഴിഞ്ഞ വർഷം ഞാൻ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ തെറ്റിലേക്ക് ഇനി ഞാൻ മടങ്ങുകയില്ല. ഞാൻ ഒരാളുടെയും ഗീബത്ത് പറയൂല, ഞാൻ ഒരാൾക്കും നമീമത്ത് പറയൂല, ഞാൻ ഇനി കളവ് പറയൂല, ഞാൻ ഇനി കള്ള് കുടിക്കുകയില്ല, ഞാൻ ഇനി പലിശ ഭക്ഷിക്കുകയില്ല, ഞാൻ ഇനി പലിശയുമായി ബന്ധപ്പെടൂല, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയില്ല എന്നുള്ള പ്രതിജ്ഞ ഓരോ മുസ്ലിമും ഈ പരിശുദ്ധമായ മുഹറം മാസത്തിൽ എടുക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, എടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അഞ്ചാമത്തെ കാര്യം, ദിക്റിലായി, സ്വലാത്തിലായി നമ്മളെ നാവിനെ നനയിപ്പിക്കുക എന്നുള്ളതാണ്. വെറുതെ അനാവശ്യമായി സംസാരിക്കാതെ ദിക്ർ ചൊല്ലുക, സ്വലാത്ത് ചൊല്ലുക, പരിശുദ്ധ ഖുർആനിലായി ജീവിതം മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഈ 2025 മുഹറം മാസം മുതൽ നിനക്ക് സന്തോഷത്തോടെ ജീവിക്കണോ? സമാധാനത്തോടെ ജീവിക്കണോ? നിന്റെ ടെൻഷൻ മാറണോ? നിന്റെ പ്രയാസങ്ങൾ മാറണോ? ഖുർആൻ പറഞ്ഞു, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ദിക്ർ ചൊല്ലാതെ, അല്ലാഹനെ സ്മരിക്കാതെ, ദിക്ർ ചൊല്ലി നിന്റെ നാവിനെ നനയിപ്പിക്കാതെ നിനക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാകൂല, റാഹത്ത് ഉണ്ടാകൂല, സന്തോഷം ഉണ്ടാകൂല. അപ്പൊ നമ്മൾ പ്രതിജ്ഞ എടുക്കുക, ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ ദിക്ർ ചൊല്ലും, സ്വലാത്ത് ചൊല്ലും. ഞാൻ സ്വലാത്ത് ചൊല്ലാൻ സമയം കണ്ടെത്തും, ഖുർആൻ ഓതാൻ സമയം കണ്ടെത്തും, അല്ലാഹുവിനെ സ്മരിക്കാൻ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ സമയം കണ്ടെത്തുമെന്നുള്ള ഒരു തീരുമാനം ഇന്നു മുതൽ നമ്മൾ എടുക്കുക. ആറാമത്തെ കാര്യം, ഈ മുഹറം മാസത്തിൽ ധാരാളം നോമ്പ് അനുഷ്ഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ച മാസമാണ് മുഹറം മാസം. ഒട്ടനവധി ശ്രേഷ്ഠതകൾ നിറഞ്ഞ മാസമാണ് മുഹറം മാസം. ഒരുപാട് അംബിയാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പരപ്പിക്കുന്ന ഗുണങ്ങൾ ചെയ്തു കൊടുത്ത ഈ മുഹറം മാസത്തിൽ നോമ്പ് അനുഷ്ഠിച്ചാൽ ഒരുപാട് പോരിശകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകും. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി മുഹറം മാസത്തിലെ ആദ്യത്തെ 10 ദിവസമെങ്കിലും നോമ്പ് അനുഷ്ഠിക്കാൻ ഓരോ മുസ്ലിമും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ നോമ്പനുഷ്ഠിക്കുമെന്നുള്ള തീരുമാനമെടുക്കുക. എന്നിട്ട് കഴിവിന്റെ പരമാവധി നോമ്പനുഷ്ഠിക്കുക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നാം പതിവാക്കേണ്ട, നാം ചൊല്ലേണ്ട ചില ദിക്റുകൾ ഉണ്ട്. ഏതൊക്കെയാണ്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹ് വലിയ ദിക്റാണത്. നമ്മളെ പ്രയാസങ്ങളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ മഹാനായ നബി തങ്ങൾ പഠിപ്പിച്ച ദിക്ർ, ഔലിയാക്കളും ആരിഫീങ്ങളും പഠിപ്പിച്ച ദിക്ർ, വിഷമഘട്ടത്തിൽ യൂനുസ് നബി അലൈഹിസ്സലാം ചൊല്ലിയ, മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ യൂനുസ് നബി അലൈഹിസ്സലാം ചൊല്ലിയ ദിക്റാണ്, പ്രാർത്ഥനയാണ്. ലാ ഇലാഹ
ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ പ്രാർത്ഥന ധാരാളം നമ്മൾ പതിവാക്കുക. അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു കൊടുക്കൂ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇത് ധാരാളം ചൊല്ലുക. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന, ധാരാളം നന്മകൾ ചെയ്യുന്ന ഈ പരിശുദ്ധമായ മുഹറം മാസത്തിൽ നാം പതിവാക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഈ പ്രാർത്ഥന എല്ലാവരും കാണാതെ പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം നന്മകൾ ചെയ്യുന്ന, ഖൈർ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. ഇത് ധാരാളം നമ്മൾ ചൊല്ലുക. അതുപോലെ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ധാരാളം നമ്മൾ പതിവാക്കണം. മുഹറം മാസത്തിന്റെ ഒന്നാമത്തെ പ്രഥമ രാത്രി തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് 113 പ്രാവശ്യം നമ്മൾ എഴുതി വെച്ചാൽ ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടാം. ഈ വർഷം മുഴുവനും അള്ളാഹുവിന്റെ കാവൽ ഉറപ്പാണെന്ന് വലിയ വലിയ മഹാന്മാര് അവരുടെ മുജറബാത്തുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് 113 പ്രാവശ്യമാണ് എഴുതേണ്ടത്. പ്രഥമ രാത്രി, ആദ്യത്തെ രാത്രി തന്നെ എഴുതി വെക്കണം. സുബ്ഹാനല്ലാഹ് എഴുതേണ്ടത് എങ്ങനെയാണ്? ഓരോ ഹർഫായി എഴുതണം. കൂട്ടി എഴുതാം. മുസ്ഹഫിലുള്ളത് പോലെ കൂട്ടി എഴുതാൻ പറ്റൂല. ഓരോ ഹർഫായി ബ എഴുതുക, പിന്നെ സീൻ എഴുതുക, അങ്ങനെ പിന്നെ മീം എഴുതുക. അങ്ങനെയാണ് ബിസ്മി എഴുതേണ്ടത് എന്ന് സാന്ദർഭികമായി ഞാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു. എത്ര പ്രാവശ്യമാണ്? 113 പ്രാവശ്യമാണ് എഴുതി വെക്കേണ്ടത്. കഴിവിന്റെ പരമാവധി എല്ലാവരും എഴുതി വെക്കാൻ ശ്രമിക്കുക. കാരണം ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. ഈ ഒരു വർഷം മുഴുവനും, ഇനി വരാനിരിക്കുന്ന ഒരു വർഷം മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് കാവൽ നൽകുന്നുണ്ട്. എല്ലാ ആളുകളും എഴുതി വെക്കണം. കാരണം എന്താണെന്നറിയോ? ആഫത്ത് മുസീബത്തുകൾ നിറഞ്ഞ ഒരു ദുരന്തം പിടിച്ച ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ദുരന്തങ്ങൾ അധികരിച്ച ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കഴിവിന്റെ പരമാവധി എല്ലാവരും ബിസ്മി എഴുതി വെക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ആയത്തുൽ കുർസി 360 പ്രാവശ്യം ചെല്ലണം. പ്രഥമ രാത്രി തുടക്കത്തിൽ തന്നെ. ഇനി തുടക്കത്തിൽ ചെല്ലാൻ പ്രയാസം കഴിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ, അന്ന് ചെല്ലാൻ വിട്ടുപോയ ആളുകൾ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടും ചെല്ലാം. കാരണം ആയത്തുൽ കുർസി എപ്പോ ചൊല്ലിയാലും ബർക്കത്തുണ്ട് എന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ധാരാളം സ്വതക്ക കൊടുക്കുക. ഈ മുഹറം മാസത്തിലെ കഴിവിന്റെ പരമാവധി കഴിയുന്ന ആളുകൾക്കൊക്കെ സ്വതക്ക കൊടുക്കുക. കുടുംബക്കാരുണ്ടാവും, പാവപ്പെട്ട ഉസ്താദുമാരുണ്ടാവും, നമ്മളെ നാട്ടില് അല്ലെ പാവപ്പെട്ട ഉസ്താദുമാരൊക്കെ ഉണ്ടാവും. അവരെ സഹായിക്കുക, അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളുടെ മക്കൾക്ക്, പേരമക്കൾക്കൊക്കെ കഴിവിന്റെ പരമാവധി സ്വതക്ക അങ്ങനെ കൊടുക്കുക. അത് വലിയ സന്തോഷമാണ് അവർക്ക്. വല്യമ്മയും വല്യപ്പയും സ്വതക്ക കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. വല്യമ്മ എനിക്ക് ക്യാഷ് തന്നു എന്ന് പറയും. അത് അവർക്ക് വല്ലാത്ത ഹാപ്പി ആയിരിക്കും. അത് കാണാൻ തന്നെ ഒരു രസമായിരിക്കും. വേറെ കുട്ടികൾക്ക്, അതുപോലെ അയൽവാസികൾക്ക്, നമ്മളെ പാവപ്പെട്ട കുടുംബക്കാർക്ക്, നമ്മളെ മദ്രസയിലെ ഉസ്താദുമാർക്ക്, പള്ളിയിലെ ഉസ്താദുമാർക്കൊക്കെ സ്വതക്ക കൊടുക്കുക. അള്ളാഹു സ്വീകരിക്കട്ടെ. 13ാമത്തെ കാര്യം, നാം ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഉമ്മാനെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഉപ്പാനെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പൊരുത്തം വാങ്ങുക എന്നുള്ളതാണ്. ഭർത്താവിനെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവിന്റെ പൊരുത്തം വാങ്ങുക. ആരെ നമ്മൾ വെറുപ്പിച്ചിട്ടുണ്ടെങ്കിലും അവരെ പോയി പൊരുത്തപ്പെടിക്കുക. അറിയാതെ ചെയ്തു പോയതാണ് കേട്ടോ, അല്ലെങ്കിൽ ഒരാളെ കുറ്റം നമ്മൾ പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്, എനിക്ക് മാപ്പ് നൽകണമെന്ന് എല്ലാവരോടും പൊരുത്തപ്പെടിക്കുക. ഇത് നല്ല ഒരു സ്വഭാവത്തിന്റെ അടയാളമാണ്. 14ാമത്തെ കാര്യം, സുന്നത്തായ കർമ്മങ്ങൾ ധാരാളം വർദ്ധിപ്പിക്കുക. റവാത്തീബ് നിസ്കരിക്കുക. ഫർള് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവും റവാത്തീബ് നിസ്കാരങ്ങളുണ്ട്. അതൊക്കെ നമ്മളെ മജ്ലിസിൽ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. ആ റവാത്തീബ് നിസ്കാരം പതിവാക്കുക. താജ്ജ് നിസ്കാരം തുടങ്ങിയിട്ടില്ലെങ്കിൽ ഈ വർഷമെങ്കിലും ഞാൻ താജ്ജ് നിസ്കാരം തുടങ്ങുകയാണ്, ഇനി ഞാൻ ഒരിക്കലും താജ്ജ് നിസ്കാരം ഒഴിവാക്കൂല എന്ന് തീരുമാനിച്ച് തഹജ്ജുദ് നിസ്കാരം തുടങ്ങുക, ദുഹാ നിസ്കാരം തുടങ്ങുക, വിത്ർ നിസ്കാരം തുടങ്ങുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും തസ്ബീഹ് നിസ്കാരം പതിവാക്കുക. ഇങ്ങനെ സുന്നത്തായ കാര്യങ്ങൾ നമ്മൾ ധാരാളം വർദ്ധിപ്പിക്കുക. പള്ളിയിൽ പുരുഷന്മാരൊക്കെ പോയി ഇഅ്തികാഫിന് പങ്കെടുക്കുക. അതുപോലെ തന്നെ ജമാഅത്തിന് പങ്കെടുക്കുക. പള്ളിയിലേക്ക് വെള്ളിയാഴ്ച നേരത്തെ പോവുക. അൽ കഹ്ഫ് സൂറത്ത് ഓതുക. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ഞാൻ ഈ മുഹറം മാസം മുതൽ ചെയ്യുമെന്നുള്ള ഒരു തീരുമാനം എല്ലാ മുസ്ലിമീങ്ങളും എടുക്കുക. നമ്മളെ ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന എല്ലാവരും എടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ രോഗികൾ ഉണ്ടെങ്കിൽ അവരെയൊക്കെ പോയി സന്ദർശിക്കുക. രോഗിയെ സന്ദർശിച്ചാൽ 70,000 മലക്കുകൾ നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
രാവിലെ പോയി സന്ദർശിച്ചാൽ വൈകുന്നേരം വരെ നമുക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കും. വൈകുന്നേരമാണ് നമ്മൾ പോയി സന്ദർശിച്ചതെങ്കിൽ രാവിലെ വരെ നമ്മൾക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ രോഗികളെ സന്ദർശിക്കുക എന്നുള്ളത് പുണ്യമുള്ള കാര്യമാണ്. അങ്ങനെയൊക്കെ മഹാന്മാര് ചെയ്തിട്ടുണ്ട്. അതൊരു കുറവൊന്നുമല്ല. ഞാനിപ്പോ ഓളെങ്ങനെ പോയി കാണുക, എന്തിനാ ഇപ്പൊ ഞാൻ പോണത് എന്ന് ചിന്തിക്കണ്ട. അത് പുണ്യമുള്ള കാര്യമായി ഹബീബായ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 16ാമത്തെ കാര്യം, എല്ലാവരോടും സലാം പറയാ. ഉമ്മാനോട് സലാം പറയാ, ഉപ്പാനോട് സലാം പറയാ, ജ്യേഷ്ഠന്യന്മാരോട് സലാം പറയാ. അതൊക്കെ നമ്മളെ ഇടയിൽ പരസ്പരം സ്നേഹബന്ധം കെട്ടുറപ്പും നിലനിർത്താൻ നല്ലതാണെന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾ പരസ്പരം സലാം പറയണട്ടോ. സലാം പറഞ്ഞാൽ സ്നേഹം വർദ്ധിക്കുമെന്ന് മുത്തുനബി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സലാം പറയാ. അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ നാം ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മളെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അള്ളാഹുവിന്റെ കാവലുണ്ടാകും. ഈ വർഷം മുതലെങ്കിലും ഞാനൊരു നല്ല മനുഷ്യനായി ജീവിക്കട്ടെ, ഞാൻ സൽക്രമങ്ങളിൽ അധിഷ്ഠിതമായി ജീവിക്കട്ടെ, അള്ളാഹ് പൊരുത്തപ്പെട്ട മാർഗത്തിലൂടെ ഞാൻ ജീവിക്കട്ടെ എന്ന് എൻ്റെ മുസ്ലിമേ, എൻ്റെ ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന മുത്തു മുഅ്മിനീങ്ങളെ ചിന്തിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നന്നാകാനുള്ള മനസ്സ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളെ ഇബാദത്തുകൾ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു നമ്മളെ പ്രയാസങ്ങൾ അകറ്റിത്തരട്ടെ. അള്ളാഹ് ഞങ്ങളെ കടങ്ങൾ വീട്ടിത്തരണേ റഹ്മാനെ. സാമ്പത്തികമായ അഭിവൃദ്ധികൾ നൽകണേ റഹ്മാനെ. അല്ലാ ഞങ്ങളെ പ്രയാസങ്ങളൊക്കെ നീ അകറ്റണേ അല്ലാ. ഞങ്ങളെ എല്ലാവരെയും നീ കാക്കണേ റഹ്മാനെ. അല്ലാ നിന്റെ ത്വഅത്തിലാക്കണേ റഹ്മാനെ. ഞങ്ങൾക്കും ഞങ്ങളെ ഭാര്യ, മക്കള്, മാതാപിതാക്കള്, കുടുംബക്കാര്, അയൽവാസികൾ, സ്നേഹിച്ചവര്, സഹായിച്ചവർ, വല്ലുപ്പ-വല്ലുമ്മമാര്, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും ഭക്ഷണം തന്നവരുണ്ട് റബ്ബേ, വല്ലുപ്പ-വല്ലുമ്മമാര്. എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും ഇസ്സത്തും ഖുവ്വത്തും റാഹത്തും ഈമാനും തഖ്വയും നൽകണേ അല്ലാ. ഹോസ്പിറ്റലിലുള്ള ആളുകൾക്ക് പൂർണ്ണ ശിഫ നൽകണേ അല്ലാ. ആരോഗ്യം നൽകണേ റബ്ബേ. മുഅ്മിനീങ്ങളെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ അല്ലാ. മുഅ്മിനീങ്ങൾക്ക് നീ കാവൽ നൽകണേ റബ്ബേ. റബ്ബനാ അത്തിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വഇയ്യാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.